മലയാള സിനിമ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരും ഏറ്റവും മികച്ച കഥകളും വരുന്ന ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്ന ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി. ഇവിടുത്തെ പല ടോപ്പ് സ്റ്റാറുകളെ കുറിച്ചും നമുക്കറിയാം. എന്നാൽ ഈ ഇൻഡസ്ട്രിയിൽ നായകനാവാൻ എത്തിയിട്ട് പിന്നീട് അതിന് കഴിയാതെ പോയ ചില നടന്മാരുണ്ട്, ചില ഭാഗ്യമില്ലാത്ത നടന്മാർ. അവരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു സനി ടോക്സ്. ഈ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം തന്നെ തീർച്ചയായിട്ടും പറയേണ്ട ഒരു പേരാണ് കൈലാഷ്. ലാൽ ജോസിന്റെ നീലത്താമരയിലൂടെ മോശമല്ലാത്ത തുടക്കമാണ് കൈലാഷിന് മലയാള സിനിമയിൽ കിട്ടിയത്. എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. ഈ നീലത്താമരയിലെ ഒരു പാട്ട്, അനുരാഗ്, ആ പാട്ട് വളരെ ഹിറ്റായിരുന്നു. ആ പാട്ട് ടി വിയിൽ ഓടിയിരുന്ന ടൈമിൽ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എന്നോട് പറയുമായിരുന്നു, ഇവൻ നല്ല കാണാനൊക്കെ നല്ല ഗുഡാണ്, ഇനി ആക്ടിങ്ങും കൂടി അടിപൊളിയാണെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന പൃഥ്വിരാജിനും ജയസൂര്യക്കും കുഞ്ചാക്കോവിനും ഒക്കെ പണിയാവും എന്നിങ്ങനെ പറഞ്ഞവര് പറയുന്ന കാര്യങ്ങൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നാൽ ആദ്യ സിനിമയിൽ കിട്ടിയ ആ ഒരു തുടക്കം മുമ്പോട്ട് കൊണ്ടുപോകാൻ കൈലാഷിന് സാധിച്ചില്ല. വൈഡൂര്യം, സ്മോൾ ഫാമിലി പോലുള്ള സിനിമകളിലെ പുള്ളിയുടെ പ്രകടനം മാത്രം മതി മലയാളികൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തി ഇതൊന്ന് നിർത്തിപ്പൊക്കോ എന്ന് പറയാനായി. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. സ്വയബോധത്തോടെ അല്ലല്ലോ, മാക്കല്ല, തലയും തിരിഞ്ഞതല്ലേ. ഞാനിത് മലയാളത്തിൽ പറയാം. എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. കള്ളും കൂടി ചാടി നിൽക്കുന്ന തന്റെ ഒരു സ്വകാര്യം എനിക്ക് അങ്ങനെ ഞാനൊന്നും കാരണം അത്രയും മികച്ച പ്രകടനങ്ങളാണ് ഈ ചിത്രങ്ങളിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. ഇന്ന് അദ്ദേഹം മലയാള സിനിമയിലുണ്ട്, സജീവവുമാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നായകൻ അല്ലെങ്കിൽ ഒരു മുൻനിര നായകന്മാരുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. പല മികച്ച സിനിമകളുടെയും ഭാഗമായി ചെറിയ വേഷങ്ങളിലൂടെയും ക്യാരക്ടർ വേഷങ്ങളിലൂടെയും അദ്ദേഹം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിനു മോഹൻ. വിനുമോഹനെ കുറിച്ച് കൂടുതൽ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിന്റെ ഫാമിലി എന്ന് പറയുന്നത് തന്നെ ഒരു ആക്ടിങ്ങിന് പേരെടുത്ത ഫാമിലിയാണ്. അതായത് കൊട്ടാരക്കര ശ്രീധരൻ നായർ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സായികുമാർ, പിന്നെ അതേപോലെ വിനുമോഹന്റെ അമ്മ അംബിക മേഡം, അംബിക എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഇവരെല്ലാവരും തങ്ങളുടെ കഴിവ് സിനിമയിലും നാടകത്തിലും തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളവരാണ്. ഈ ഫാമിലിയിൽ നിന്ന് ഒരാൾ പുതിയതായി സിനിമയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകന് പ്രതീക്ഷകൾ ഏറെയായിരുന്നു. തുടക്കവും മോശമായിരുന്നില്ല. ലോഹിതദാസ് ചിത്രം നിവേദ്യത്തിലൂടെയാണ് വിനുമോഹൻ സിനിമയിലേക്ക് വന്നത്. നിവേദ്യം അത്യാവശ്യം തരക്കേടില്ലാതെ വിജയം നേടിയ ചിത്രമായിരുന്നു. കൂടാതെ ഇതിലെ പാട്ടെല്ലാം വൻ സക്സസ് ആയിരുന്നു. നിവേദ്യത്തിന് ശേഷം വിജയത്തിന്റെ തുടർച്ചയായി ജോണി ആന്റണി ചിത്രം സൈക്കിളിലെ വിനുമോഹന്റെ പ്രകടനവും മികച്ചതായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ആ ഒരു റാൻഡം ആയിട്ടുള്ള വിജയം അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് വിനുമോഹന് കഴിഞ്ഞില്ല. പിന്നീട് ചട്ടമ്പി നാട് പോലുള്ള സിനിമകളിൽ നല്ല വേഷം ചെയ്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു മുൻനിര നായകൻ എന്നുള്ള സ്വപ്നം വിനുമോഹൻ ഉപേക്ഷിക്കേണ്ടി വന്നു. ഒടുവിൽ ഈ അടുത്ത് ജോമോന്റെ സുവിശേഷം പോലുള്ള ചില സിനിമകളിൽ കണ്ടിരുന്നെങ്കിലും കൈലാഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിനുമോഹന് സിനിമകളും കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നായകനായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളും കുറവാണ്. സൈജു കുറുപ്പ്. ഈ പേര് ഇവിടെ പറയുമ്പോൾ പലർക്കും ഒരു അപകർഷതാ ബോധം തോന്നിയേക്കും. സൈജു കുറുപ്പോ, എന്താണ് സൈജു കുറുപ്പിനെ പറയുന്നത്? പക്ഷേ അതൊരു സത്യസന്ധമായ കാര്യമാണ്. സൈജു കുറുപ്പും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയിലെ ഒരു മുൻനിര നായകൻ അല്ലെങ്കിൽ നായകന്മാരുടെ നിര അതിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി തുടങ്ങിയ ഒരാൾ തന്നെയാണ് സൈജു കുറുപ്പ്. ആദ്യ ചിത്രം ഹരിഹരൻ സാറിന്റെ മയൂഖമായിരുന്നു. സൈജു കുറുപ്പിന്റെയും മമത മോഹൻദാസിന്റെ ആദ്യ ചിത്രങ്ങളായിരുന്നു. ഇതിൽ മമത മോഹൻദാസ് പിന്നീട് മലയാള ഇൻഡസ്ട്രിയിലെയും തമിഴ് ഇൻഡസ്ട്രിയിലെയും അത്യാവശ്യം പോപ്പുലറായുള്ള ഒരു നായികയായി മാറി എന്നുള്ളത് പ്രധാന കാര്യമാണ്. എന്നാൽ സൈജു കുറുപ്പിനെ സംബന്ധിച്ച് ഒരു നായകൻ എന്നുള്ള സ്വപ്നങ്ങൾ ഏറെക്കുറെ അതോടെ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് നായകനായ ഒരുപാട് സിനിമകൾ വന്നിരുന്നു. പേരെടുത്ത് പറയാൻ കഴിയാത്തത്ര സിനിമകളുണ്ട്. സ്കെച്ച്, ബ്രഹ്മാസ്ത്രം പോലുള്ള പ്രേക്ഷകർ കണ്ടിട്ട് പോലും ഇല്ലാത്ത, അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത സിനിമകൾ. ഈ സിനിമകളിലെല്ലാം അദ്ദേഹത്തിന്റെ പ്രകടനവും വളരെ അസഹനീയമായിരുന്നു. എന്നാൽ കൈലാഷിനും വിനുമോഹനും സംഭവിച്ച പോലൊരു തോൽവി പൂർണ്ണമായി സംഭവിക്കാൻ സൈജു കുറുപ്പ് തയ്യാറല്ലായിരുന്നു. തന്നിലെ ഒരു നടനെ ഒന്നുകൂടി വാർത്തെടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ അയാൾ പ്രയത്നിച്ചു. ഒടുവിൽ തിയേറ്ററിൽ പോയ പരാജയമായിരുന്നെങ്കിലും
OTT-യിലും TV-യിലെല്ലാം വന്ന് വളരെ സക്സസ് ആയി മാറിയ ആട് എന്ന സിനിമയിലെ അറക്കൽ അബു എന്ന കഥാപാത്രം പുള്ളിയുടെ വഴിത്തിരിവായി മാറി. അതിനു മുൻപ് ട്രിവാൻഡ്രം ലോഡ്ജിൽ അദ്ദേഹം ചെയ്ത ഒരു കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ആളായിരുന്നു സൈജു കുറുപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നായകൻ എന്നുള്ള നിലയിൽ മാത്രം തന്റെ സ്ഥാനം സംശയമായി നിന്നെങ്കിലും മികച്ച ക്യാരക്ടർ റോളുകളിലൂടെയും കോമഡി റോളുകളിലൂടെയും ഇന്ന് സൈജു കുറുപ്പ് മലയാളികളുടെ പ്രിയങ്കരനാണ്. മധു വാര്യറിനെ എല്ലാവർക്കും അറിയാൻ കഴിയും. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ അനിയനാണ്. മധു വാര്യരും മലയാളത്തിൽ നായകനായിട്ടാണ് തുടങ്ങിയത്. മോഹൻലാലിന്റെ ഗസ്റ്റ് അപ്പിയറൻസ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട വാണ്ടഡ് എന്ന് പറയുന്ന ചിത്രത്തിലൂടെ. ചിത്രം സാമ്പത്തികമായി വലിയ വിജയമൊന്നും ആയില്ലായിരുന്നെങ്കിലും മോശമല്ലാത്തൊരു പ്രകടനമായിരുന്നു ആദ്യ ചിത്രത്തിൽ മധു വാര്യർ കാഴ്ചവെച്ചത്. മധു വാര്യരോടൊപ്പം ഈ ചിത്രത്തിൽ അരവിന്ദാക്ഷ്, നിഷാന്ത് സാഗർ തുടങ്ങിയവരെല്ലാം പ്രധാന വേഷത്തിലെത്തിയിരുന്നു. എന്നാൽ ഈ ചിത്രത്തിന് ശേഷം ഒരു പിടി സിനിമകളിൽ മധു വാര്യർ നായകനായും സെക്കൻഡ് ലീഡായും എല്ലാം വന്നിരുന്നു. എന്നാൽ ഒന്നും തന്നെ മധു വാര്യർക്ക് ഫേവറബിൾ ആയിട്ട് വർക്കൗട്ട് ആയില്ല. മധു വാര്യരും ഒരു നടൻ എന്നുള്ള നിലയിൽ പിന്നീട് മലയാളികളുടെ മുമ്പിൽ നിന്നും മാഞ്ഞു പോവുകയായിരുന്നു. ഇടക്കാലത്ത് അദ്ദേഹം മഞ്ജു വാര്യരെ പ്രധാന കഥാപാത്രമാക്കി ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു. അത് OTT റിലീസായിരുന്നു. ലളിതം സുന്ദരം എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര്. തെറ്റില്ലാത്തൊരു ഫാമിലി മൂവിയായിരുന്നു ലളിതം സുന്ദരം. എന്നാൽ മധു വാര്യരുടെ നായകൻ എന്നുള്ള സ്വപ്നം ഇപ്പോഴും ബാക്കിയായി അവശേഷിച്ചിരിക്കുന്നു. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മള് മോസ്റ്റ്ലി സിനിമകളുടെ ബോക്സ് ഓഫീസ് കാര്യങ്ങളെല്ലാം കൂടുതലും വിലയിരുത്തുന്ന ഈ IMDb-നെ ബേസ് ചെയ്തിട്ടാണ്. ഞങ്ങളുടെ ചാനലല്ല, പൊതുവെ സിനിമയുടെ കാര്യങ്ങൾ നോക്കുന്ന മിക്കവർക്കും അറിയാം IMDb-നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഈ മലയാളത്തിൽ വന്നിട്ട് സക്സസ് ആവാതെ പോയ നടന്മാരെ കുറിച്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഞങ്ങൾ ഈ IMDb-യുടെ സൈറ്റിലൊന്ന് കയറി സെർച്ച് ചെയ്തിരുന്നു. അപ്പൊ അതില് സെർച്ച് ചെയ്ത സമയത്ത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം കണ്ടിരുന്നു. 5 വേസ്റ്റ് ആക്ടേഴ്സ് ഇൻ മലയാളം സിനിമ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ സൈജു കുറുപ്പുണ്ട്, കൈലാഷ് ഉണ്ട്, അതേപോലെ വിനു മോഹൻ ഉണ്ട്, അങ്ങനെ ഇവരെല്ലാവരും ഉണ്ട്. ഇതൊക്കെ ഓക്കെ. പക്ഷെ അതിനകത്ത് വേറൊരാളുണ്ട്. അതെങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ടാൻ IMDb-ക്ക് തോന്നി, അല്ലെങ്കിൽ എന്തിന്റെ ബേസ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ആ നടന്റെ ആരാധകർ ഇപ്പൊ നിങ്ങൾ ഇത് കാണുന്നുണ്ടാവും. ആരാധകർ തീർച്ചയായിട്ടും വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യണം. നമ്മുടെ മമ്മൂക്കാടെ പേര് അതിനകത്ത് അവർ ഇട്ടേക്കാണ്. 5 വേസ്റ്റ് ആക്ടേഴ്സ്. ലിയോന്മാരുടെ കൂടെ ഇവരുടെ കൂടെ എന്താണ് അതിന്റെ ബേസ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അത് കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് ഒരേ സമയം ചിരിയും വന്നു, സങ്കടവും വന്നു. അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മമ്മൂക്കാടെ പേര് മലയാളത്തിലെ ഏറ്റവും മികച്ച 5 പേരുടെയിൽ പറയുമ്പോൾ ഒന്നാമതോ രണ്ടാമതോ പറയേണ്ട പേര് ഈ 5 വേസ്റ്റിൽ കൊണ്ട് ഇട്ടേക്കാണ്. എന്ത് സംഭവിച്ചാണെന്ന് അറിയില്ല. ഏതായാലും ഒരു മമ്മൂക്ക വിരോധിയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പാണ്. സിദ്ധാർത്ഥ് ഭരതൻ നിന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് തന്നെയാണോ? പിന്നെ എന്റെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ റിപ്പോർട്ട് കണ്ടിട്ട് സലാം ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? എജ്ജാതി ലിവർ അസ്റ്റാതെന്ന്. ഇന്ത്യയിൽ ഒരു ഡോക്ടറും ആ ഭാഷയെ സംസാരിക്കില്ല. അത് വിട്. എന്റെ രഘുവേട്ടാ, എവിടെ കിടന്ന് മരിക്കണമെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടുമില്ല, നമ്മൾ ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. സിദ്ധാർത്ഥ ഭരതന്റെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമാ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. പ്രശസ്ത സംവിധായകൻ ഭരതന്റെ മകനാണ്. പ്രശസ്ത നടി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലളിതാമ്മയുടെ മകനാണ്. സ്വപ്നതുല്യമായ തുടക്കം എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പല നടന്മാരെക്കാൾ സ്വപ്നതുല്യമായ തുടക്കമായിരുന്നു സിദ്ധാർത്ഥ ഭരതന് കിട്ടിയത്. ആദ്യ ചിത്രം കമലിന്റെ നമ്മൾ. സിദ്ധാർത്ഥ ഭരതനും വിഷ്ണു രാഘവനും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം കല്യാണരാമൻ പോലുള്ള ഒരു ചിത്രമായി ക്ലാഷിൽ വന്നിട്ട് പോലും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മികച്ച ചിത്രമായിരുന്നു. അതില് പ്രകടനത്തിലേക്ക് വരുമ്പോൾ മികച്ച പ്രകടനം എന്ന് പറയാനില്ല, പക്ഷെ നല്ല ബാക്കപ്പ് ഉള്ള ഒരു സ്റ്റോറി, മികച്ച മേക്കിംഗ്, മറ്റ് സപ്പോർട്ടിങ് ആക്ടേഴ്സിന്റെ എല്ലാം മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട് വൻ വിജയമായ ചിത്രമായിരുന്നു നമ്മൾ. എന്നാൽ നമ്മളിന് ശേഷം സിദ്ധാർത്ഥ ഭരതന് നായകൻ എന്നുള്ള നിലയിൽ കാര്യങ്ങളൊന്നും അനുകൂലമായിരുന്നില്ല. പിന്നീട് കാക്ക കറുമ്പൻ എന്നിട്ടും പോലുള്ള സിനിമകൾ ചെയ്തിരുന്നു. പക്ഷെ ഇതിനൊന്നും നമ്മൾ കൊണ്ടുവന്ന് കൊടുത്ത മാജിക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. ഒടുവിൽ നായകൻ എന്നുള്ള സ്വപ്നം സിദ്ധാർത്ഥ ഭരതൻ ഉപേക്ഷിച്ചു. പിന്നെ ഏറെക്കാലം സിദ്ധാർത്ഥ ഭരതനെ വലിയ സ്ക്രീനിൽ നമ്മൾ കണ്ടില്ല. പിന്നീട് 2012 മോഹൻലാലിന്റെ സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ നല്ലൊരു ക്യാരക്ടർ റോൾ ചെയ്ത് അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇപ്പൊ അദ്ദേഹം നല്ലൊരു സംവിധായകൻ കൂടിയാണ്. അദ്ദേഹം 3-4 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത പടം ചന്ദ്രേട്ടൻ എവിടെയാണ്, അതിനുശേഷം വർണ്ണത്തിൽ ആശങ്ക, ചതുരം പോലുള്ള സിനിമകളെല്ലാം അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ അദ്ദേഹം റീസെന്റ് ഭ്രമയുഗ സിനിമയിൽ അഭിനയിച്ചിരുന്നു. ഭ്രമയുഗത്തിൽ അദ്ദേഹത്തിന്റെ സപ്പോർട്ടിങ് ക്യാരക്ടർ റോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന വേഷമാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നതുല്യമായ ഒരു തുടക്കം കിട്ടിയിട്ടും നായകൻ എന്നുള്ള സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്ന മറ്റൊരു നടനാണ് സിദ്ധാർത്ഥ ഭരതൻ.
അടുത്തത് ഈ ലിസ്റ്റിൽ വരുന്ന ഒരാൾ എന്ന് പറയുന്നത് സണ്ണി വെയിനാണ്. ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ല. ഹലോ 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 സണ്ണി മൈക്ക് ഇതാണോ മൈക്ക്? അല്ല ഞാനാണ് മൈക്ക്. സോറി. നമുക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യാം. വേറെ ആരെയും വിളിച്ച് തുടങ്ങി. അതെന്താണ്? അല്ല നമുക്ക് വേറെ പണിയുണ്ട്. അല്ല ഒരു 5 minutes വെയിറ്റ് ചെയ്ത്. അല്ല 5 അല്ല 2.5 മണിക്കൂറായാലും ഇവിടെ ഇത്താൻ പറയും. അല്ല അങ്ങനെ പറയാം പ്ലീസ്. ഇല്ല നമ്മൾ ചേട്ടാ നമുക്കൊന്നും ശരിയാവില്ല. ഇത് ഉള്ള കാര്യം പറയാം. സോറി. അല്ല നിങ്ങൾ എവിടെ ഇരുന്നു? ഞാൻ ഒരു കുറച്ച് വർക്കുണ്ട്. ബാക്കി പോയി അതൊക്കെ ശരി. വെയിറ്റ് ഐ ആം സോറി ജസ്റ്റ് ഇന്റർവ്യൂ തീർന്നു പോവാം പ്ലീസ്. ഐ ആം സോറി പ്ലീസ്. അതായത് പ്ലീസ് സോറി ഐ ആം സോറി. അല്ല സണ്ണി മീൻ അല്ലല്ലോ, വേറെ ആരോ കലിപ്പിലാന്നാണല്ലോ ഞാൻ പറഞ്ഞു കിട്ടുന്നത്. സണ്ണി വെയിനും നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു തുടക്കമായിരുന്നു കിട്ടിയത്. ദുൽഖർ സൽമാനോടൊപ്പം സെക്കൻഡ് ഷോ എന്ന് പറയുന്ന ചിത്രത്തിൽ സെക്കൻഡ് ലീഡ് റോളിലാണ് സണ്ണി വെയിൻ വന്നത്. നല്ല പ്രകടനമായിരുന്നു. അത്യാവശ്യം നല്ലൊരു നടനുമാണ് സണ്ണി വെയിൻ. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു നടനാണ്. കാരണം ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പാൻമരിയ കലിപ്പിലാണ് പോലുള്ള സിനിമകളിലെല്ലാം നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സണ്ണി വെയിൻ്റെ കഴിവിനൊത്തുള്ള നല്ല പ്രോജക്റ്റുകൾ സണ്ണി വെയിനെ തേടി വന്നില്ല എന്നുള്ളൊരു നിരാശ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫ് എടുത്തു നോക്കുകയാണെങ്കിൽ ആക്ടർ എന്നുള്ള നിലയിൽ പുള്ളിയുടെ ആക്ടിങ് സ്കില്ല് താഴത്തേക്ക് പോകുന്നതായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. റീസെന്റ് ടൈമിൽ വന്ന അപ്പൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു പ്രകടനം മികച്ചതായിരുന്നു എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എല്ലാം വളരെ വളരെ ബിലോ ആവറേജ് പ്രകടനം മാത്രമായിരുന്നു. ഇപ്പോൾ കത്തനാര്, മലയാള സിനിമയുടെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന ജയസൂര്യ ചിത്രം കത്തനാരിൽ ഒരു പ്രധാന വേഷത്തിൽ സണ്ണി വെയിൻ ഉണ്ടെന്ന് കേട്ടിരുന്നു. സണ്ണി വെയിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നായകനാകുമെന്ന് കരുതിയിട്ട് അവിടെ എത്താതെ പോയ ഈ നടന്മാരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന മറ്റൊരാളാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് ആരെയും പേഴ്സണലി വേദനിപ്പിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു എന്താ പറയുക ടാർഗറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതല്ല. പക്ഷെ ഇവരെല്ലാവരും ലോഞ്ച് ചെയ്യപ്പെട്ട സമയത്ത് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ നായകൻ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ താരോദയം എന്ന് പലരും വിചാരിച്ച് പലരും ആ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന നടന്മാരാണ്. ഇവരിൽ പലരും നല്ല റോളുകൾ ചെയ്ത് ഇപ്പോഴും മലയാള സിനിമയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ ചിലരൊന്നും കാണാതായി പോയിട്ടുള്ളവരുണ്ട്. അല്ലെങ്കിൽ മറ്റു പല മേഖലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിദ്ധാർത്ഥ സംവിധായകനാണെന്ന് പറഞ്ഞാൽ മറ്റു പല മേഖലകളിലും സജീവമായിട്ടുള്ളതുമുണ്ട്. ഇവിടെ നമ്മൾ ഇത് പറയാൻ കാരണം ഒരു നായകൻ നിരയിലേക്ക് പറയുമ്പോൾ ഇവരുടെ പേരുകൾ എന്തായാലും ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആരുടെയും പേരുകൾ മലയാളത്തിലെ മുൻനിര നായകന്മാർ എന്ന് പറയുമ്പോൾ പറയില്ല. എന്നാൽ അതാകും എന്ന് ഒരു കാലത്ത് പറയപ്പെട്ടിരുന്ന നടന്മാരായതുകൊണ്ട് മാത്രമാണ് ഇവരെ കുറിച്ച് പറഞ്ഞത്. ഇതിനേക്കാൾ ചിലപ്പോൾ ഈ ലിസ്റ്റിൽ ചേരാൻ യോഗ്യരായിട്ടുള്ള വേറെ പലരും ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ഞങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവരാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്കും കമന്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇന്ത്യൻ മിലിറ്ററി സർവീസിലെ ദേശത്തെ കോവിലെടുത്ത് ഈ സ്ത്രീ കൊണ്ട് തമ്മിലെ കല്യാണം കഴിക്കാൻ പോവാ. അതിനാരൊക്കെ എതിർത്താലും എനിക്കൊരു പ്രശ്നമില്ല.